എല്ലാവർക്കും നമസ്കാരം. ശ്രീനാരായണ ഗുരുവിഷൻ യൂണിവേഴ്സൽ വണ്ണസ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ മനസ്സമാധാനം എന്നത് ഒരു സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വെറും 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഉള്ളിലെ പോസിറ്റീവ് എനർജി ഉണർത്താൻ ഒരു വഴിയുണ്ട്. ഓം. പ്രപഞ്ചത്തിൻ്റെ ആദിമനാദം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഓം കേവലം ഒരു മന്ത്രമാണോ? അതോ മനുഷ്യൻ്റെ ഉള്ളിലെ ദൈവത്തെ കണ്ടെത്താനുള്ള താക്കോലാണോ? നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ശബ്ദത്തിൽ ഒതുക്കാൻ കഴിയുമോ എന്ന്? ജാതിക്കും മതത്തിനും അപ്പുറം ലോകത്തെ മുഴുവൻ ഒന്നിപ്പിക്കുന്ന ആ ഏക ശബ്ദമാണ് ഓം. ശ്രീനാരായണ ഗുരുദേവൻ അവസാനമായി നടത്തിയ കണ്ണാടി പ്രതിഷ്ഠയിൽ ഓം ശാന്തി എന്ന് രേഖപ്പെടുത്തിയപ്പോൾ ഗുരു ലോകത്തിന് നൽകിയത് വലിയൊരു ആത്മീയ വിപ്ലവമായിരുന്നു. ജാതിക്കും മതത്തിനുമപ്പുറം ലോകത്തെ മുഴുവൻ ഒന്നിപ്പിക്കുന്ന ആ ഏക ശബ്ദത്തിൻ്റെ രഹസ്യമെന്താണ്? തിരക്കേറിയ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇത് പ്രായോഗികമാക്കാം? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓംകാരത്തിൻ്റെ ആഴമേറിയ അറിവുകളെക്കുറിച്ചാണ്. എല്ലാ അറിവിൻ്റെയും ആധാരമായ ഓംകാരം പ്രപഞ്ചത്തിൻ്റെ ആദിമ സ്പന്ദനമാണ്. ഇത് കേവലം ഒരു ശബ്ദമല്ല, മറിച്ച് പരബ്രഹ്മത്തിൻ്റെ പ്രതീകമാണ്. നമ്മുടെ ഗുരുദേവൻ പഠിപ്പിച്ച ഏകലോക ദർശനത്തിൻ്റെ ആണിക്കല്ലും ഈ ഓംകാരം തന്നെ. എന്താണ് ഓംകാരം? ഓം എന്നത് വെറും ഒരു മന്ത്രമല്ല, അത് പ്രപഞ്ചത്തിൻ്റെ ഹൃദയമിടിപ്പാണ്. ഇതിനെ ആ, ഉ, മ, അകാരം, ഉകാരം, മകാരം എന്ന് 3 തിരിക്കാം. ഒന്നാമത്തേത് ആ. ഇത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെയും നമ്മുടെ ജാഗ്രത അവസ്ഥയെയും സൂചിപ്പിക്കുന്നു. അതായത് ഉണർന്നിരിക്കുമ്പോൾ നാം കാണുന്ന ഈ ഭൗതിക ലോകം. രണ്ടാമത്തേത് ഉ. ഇത് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനെയും സ്ഥിതിയെയും നമ്മുടെ സ്വപ്നാവസ്ഥയെയും സൂചിപ്പിക്കുന്നു. നമ്മുടെ മനസ്സിനുള്ളിലെ വിചാരങ്ങളും വികാരങ്ങളുമാണിത്. മൂന്നാമത്തേത് മ. പ്രപഞ്ചത്തിൻ്റെ ലയനത്തെയും സംഹാരത്തെയും നമ്മുടെ സുഷുപ്തിയെയും സൂചിപ്പിക്കുന്നു. ചിന്തകളില്ലാത്ത ഗാഢനിദ്രയിലെ ആ മനസ്സമാധാനം, ആ ശാന്തത. എന്നാൽ ഈ 3 ശബ്ദങ്ങൾക്കും അപ്പുറം ഉണ്ടാകുന്ന ആ നിശബ്ദതയാണ് യഥാർത്ഥ ഓംകാരം. ഇതിനെയാണ് തുരീയം എന്ന് വിളിക്കുന്നത്. ആ നിശബ്ദതയിലാണ് നാം നമ്മുടെ ഉള്ളിലെ ദൈവത്തെ അഥവാ ശുദ്ധ ബോധത്തെ കണ്ടെത്തുന്നത്. അതായത് അദ്വൈതം സംഭവിക്കുന്നത്. അത് ശുദ്ധമായ ബോധമാണ്, പ്യുവർ കോൺഷ്യസ്നസ്. അത് തന്നെയാണ് ദൈവം. ശ്രീനാരായണ ഗുരുദേവൻ വിഭാവനം ചെയ്ത യൂണിവേഴ്സൽ വണ്ണസ് എന്ന ആശയത്തിൻ്റെ അടിത്തറയാണ് ഓംകാരം. ഗുരു പഠിപ്പിച്ചത് അറിവ് ഒന്നാണെന്നാണ്. ആ അറിവിൻ്റെ ശബ്ദരൂപമാണ് ഓം. ഗുരുദേവൻ തൻ്റെ അവസാന പ്രതിഷ്ഠ വിഗ്രഹത്തിന് പകരം ഒരു കണ്ണാടിയാണ് പ്രതിഷ്ഠിച്ചത്. ഗുരുദേവൻ കണ്ണാടിയിൽ ഓം ശാന്തി എന്ന് രേഖപ്പെടുത്തിയപ്പോൾ ഗുരു നൽകിയ സന്ദേശം ലളിതമാണ്. നീ അന്വേഷിക്കുന്ന ആ ദൈവം നിന്റെ ഉള്ളിൽ തന്നെയാണ്. വിഗ്രഹങ്ങൾക്കും ആചാരങ്ങൾക്കും അപ്പുറം സ്വന്തം ആത്മാവിനെ തിരിച്ചറിയുവാനുള്ള ഏകത്വത്തിൻ്റെ മന്ത്രമായിട്ടാണ് ഗുരു ഓംകാരത്തെ കണ്ടത്. ഓം എന്നത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ അവകാശപ്പെട്ട
സാർവലൗകിക മന്ത്രമാണെന്ന് ഗുരു കാണിച്ചു തന്നു. ഓം ജപിക്കുമ്പോൾ നാം നമ്മിലെ തന്നെ ദൈവത്തെയാണ് ഉണർത്തുന്നത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവും സ്പന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്പന്ദനത്തിൻ്റെ അടിസ്ഥാന നാദമാണ് ഓം. നക്ഷത്രങ്ങൾ മുതൽ അണുക്കൾ വരെ ഒരേ താളത്തിലാണ് ചലിക്കുന്നത്. ലോകത്തിലെ സകല മതങ്ങളും സംസ്കാരങ്ങളും പല രീതിയിൽ ഈ ശബ്ദത്തെ ആദരിക്കുന്നു. ശാസ്ത്രജ്ഞർ പോലും പ്രപഞ്ചത്തിൽ നിന്ന് കേൾക്കുന്ന അടിസ്ഥാന ശബ്ദം ഓംകാരത്തിന് സമാനമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലോകത്തെ എല്ലാ മനുഷ്യരെയും ഒരേ ഊർജത്തിലേക്ക്, യൂണിവേഴ്സൽ എനർജിയിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു ചങ്ങലയാണ് ഓംകാരം. ഗുരുദേവ ദർശനങ്ങൾ കൂടുതൽ അറിയുവാനും ആത്മീയതയുടെ ഈ യാത്രയിൽ കൂടെയുണ്ടാകുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രചോദനമാണ് ഞങ്ങളുടെ ശക്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഗുരുദേവ ദർശനങ്ങൾ ലോകമെങ്ങും എത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.